ഇനി നമുക്ക് തന്തൂരി ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി 1 കപ്പ് തൈര്, 1/2 ടീസ്പൂൺ മഞ്ഞളിൻ്റെ പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ റോസ്റ്റഡ് ജീരക പൗഡർ, ചിക്കൻ ആവശ്യമായ ഉപ്പ്, 1 ടീസ്പൂൺ മല്ലി പൗഡർ, 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, റെഡ് ചില്ലി പൗഡർ 1 ടീസ്പൂൺ, 2 ടീസ്പൂൺ, തന്തൂരി മസാല 1 ടീസ്പൂൺ. പകരം നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഗരം മസാല ചേർത്ത് കൊടുക്കാം. തന്തൂരി മസാല ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, റോസ്റ്റഡ് കസൂരി മേത്തി, ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിങ് ചെയ്യാം. നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് 1 kg ചിക്കനാണ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 1/2 hour റെസ്റ്റിന് വെക്കാം. അപ്പം നമുക്കിതിന് മസാല റെഡിയാക്കാം. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. രണ്ട് ഓണിയൻ ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. 1 തക്കാളി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് നമുക്ക് നമ്മുടെ ചിക്കൻ മസാല വരട്ടി വെച്ചേക്കണം ചിക്കൻ ആഡ് ചെയ്യാം. നമ്മുടെ തന്തൂരി ചിക്കൻ ഫ്രൈ മാതിരി തന്നെയാണ് തന്തൂരി ചിക്കൻ ഗ്രേവി അടിപൊളിയാണ് കേട്ടോ. ചെയ്തിട്ടില്ലാത്തവർ ചെയ്ത് നോക്കൂ. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള തന്തൂരി ചിക്കൻ ഗ്രേവി ഉണ്ടാക്കി കൊടുക്കാം. ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ചൂടായ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 കപ്പ് വെള്ളം മതി കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പെല്ലാം നമ്മൾ നോക്കി ചേർത്ത് കൊടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ച് കുക്കിംഗ് ചെയ്യാം. ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ ചിക്കൻ എല്ലാം കുക്കായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇത്തിരി തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഇഷ്ടം. നിങ്ങൾക്ക് ലൂസായിട്ടുള്ള ഗ്രേവി വേണമെങ്കിൽ ഈ പരുവത്തിന് നമുക്ക് നിർത്തി വയ്ക്കാം. കുറച്ചും കൂടെ തിക്ക് വേണം എനിക്ക്. അപ്പോൾ നമുക്ക് തിക്ക് വേണമല്ലോ. അപ്പോൾ ഇച്ചിരി നേരം കൂടെ കിടക്കട്ടെ അല്ലേ. ചിക്കനിൻ്റെ സോഫ്റ്റ് കിട്ടും. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ട് തന്തൂരി ചിക്കൻ മസാല ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഉണ്ടാക്കി നോക്കുക. സൂപ്പറാണ് കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കൊക്കെ ചെയ്യണേ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.